ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ബ്ലഡ് ഹൗണ്ടിൻ്റെ സീരീസാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 10 എപ്പിസോഡ് ഇട്ടിരുന്നു, പക്ഷേ അക്കൗണ്ട് ബാൻ ആയതുകൊണ്ട് ഇതിപ്പോൾ പുതിയ അക്കൗണ്ടാണ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ മാസം കൊണ്ട് 160 ചാപ്റ്റേഴ്സ് ഉണ്ട്, ഒക്കെ നമ്മൾ എടുത്ത് തീർക്കുന്നതാണ്. എല്ലാവരും ഒപ്പം കൂടിക്കോളി. കഥയുടെ തുടക്കം നമ്മൾ കാണുന്നത് വിക്കി ഭാസ്കറിനെയാണ്. അവന് അവൻ്റെ കുടുംബത്തിൽ തന്നെ എല്ലാവരും ചെന്ന് അവനെ കൂട്ടക്കൊല ചെയ്യുന്നു. അവൻ്റെ അച്ഛൻ്റെ വലങ്കൈയാണ് അതിന് നേതൃത്വം നൽകിയത്. എല്ലാ ആളുകളും ഈ ഫാമിലിയിൽ ജനിക്കുമ്പോൾ ഒരു ഹൗണ്ടായിട്ടായിരിക്കും ജനിക്കുക. പിന്നീട് കാണുന്നത് അവൻ മരിച്ചു കഴിഞ്ഞിട്ട് വീണ്ടും പുനർജനിക്കുകയാണ്. അതും അവൻ്റെ പാസ്റ്റ് ലൈഫിൽ, കഴിഞ്ഞു പോയ കാലഘട്ടത്തിൽ. പിന്നെ പോലെ സിറ്റി ഹോസ്പിറ്റലിലാണ് അവൻ ജനിച്ചിരിക്കുന്നത്. അതും അവിടുത്തെ പെട്രിയാർക്കിൻ്റെ മകനാണ് അവൻ. എന്നിട്ട് അച്ഛൻ്റെ വലങ്കൈ അപ്പോഴും അവനെ കാണാൻ വന്നിരിക്കുന്നത്. അത് പാസ്റ്റിലുണ്ടോ ഇത് കഥ നടക്കുന്നത്. അവൻ്റെ അച്ഛൻ്റെ വലങ്കൈ അവിടെ വന്നിട്ട് ഇതാണല്ലോ നമ്മൾ പെട്രിയാർക്കിൻ്റെ മകൻ. അപ്പോൾ അയാൾ പറഞ്ഞു, അടുത്തുള്ള ആൾ പറഞ്ഞു യെസ് സാർ. അപ്പോൾ നമുക്ക് ഇവനെ ടെസ്റ്റൊക്കെ ചെയ്യണം പറഞ്ഞു. അപ്പോൾ തന്നെ നടൻ്റെ കണ്ണ് റെഡായി. എന്നിട്ട് നടൻ പറയാണ്, ഇതെന്താ കുട്ടി കൂടിയോ, എൻ്റെ പ്രൈം ലെവലിൽ പവറൊന്നും ഇവിടെ കിട്ടൂല എന്ന് പറഞ്ഞിട്ട് നടന് കുറച്ചൊക്കെ നീങ്ങി അങ്ങോട്ടേക്ക് ഇതാണ് അനങ്ങാണ്. കാരണം അവൻ്റെ പ്രൈം ലെവലിൽ അവന് കൊന്ന ആൾക്കാർ ലിമിറ്റില്ല. കാരണം മില്യൺസ് ഓഫ് കണക്കിന് ആൾക്കാരാണ് അവൻ തട്ടിക്കളഞ്ഞിരിക്കുന്നത്. ഒരു എണ്ണത്തിനും അവനെ ഇതാക്കാൻ പറ്റില്ല. കാരണം കിങ്ഡംസൊക്കെ അവൻ്റെ അച്ഛൻ്റെ ഒരു ഇതായിരുന്നു. അവൻ ഡോളായിരുന്നു. അച്ഛൻ പറയണതൊക്കെ ചെയ്യും. പക്ഷേ നമുക്ക് കഥ പോകുമ്പോൾ മനസ്സിലാക്കാം അച്ഛനാണോ ആരാണോ പറഞ്ഞതെന്ന്. പിന്നെ നമ്മൾ കാണുന്നത് അച്ഛൻ്റെ വലങ്കൈനെയാണ്. അയാൾ ഫ്യൂച്ചറിൽ അവനെ തട്ടുന്നതും അതൊക്കെ ആ നായകനെ ആലോചിച്ചാണ്. കാരണം അയാളിൽ നിന്നാണ് നടൻ ഡിസ്പ്ലേ ചെയ്തത്. കാരണം അയാളെ ഡിസിപ്ലിനാണ് നമ്മളെ നടൻ. പിന്നെ അയാളാണ് നടനെ കൊല്ലും ചെയ്തത്. കാരണം അച്ഛൻ പറഞ്ഞാൽ പിന്നെ അത് തടയാൻ പറ്റില്ലല്ലോ, പെട്രിയാർക്കല്ലേ. അങ്ങനെ നമ്മളെ നടൻ ഒരു തീരുമാനം എടുക്കുകയാണ്, ഞാൻ എൻ്റെ ഫാമിലിയിൽ എല്ലാവരും കൊല്ലുമെന്ന്. ഫസ്റ്റ് അവൻ എൻ്റെ അച്ഛനെ തന്നെ കൊല്ലും തീരുമാനിച്ചു. അവൻ പറഞ്ഞാൽ അവൻ തിരിഞ്ഞടക്കും. എന്നിട്ട് നമുക്ക് അടുത്ത് തന്നെ ഈ ബസർക്ക് ഫാമിലി, അതാണ് ഈ ഫാമിലിൻ്റെ ഒരു ചെറിയ പേര്. ഭാസ്കർവില്ല ഫാമിലി എന്നാണ് ശരിക്കുള്ള പേര്. ഇവിടെ ജനിച്ച കുട്ടികൾക്ക് തന്നെ നല്ല ക്രൂവലായിട്ടുള്ളൊരു ഇതാണ് കൊടുക്കുന്നത്. പണിഷ്മെൻ്റ് അല്ല, ട്രെയിനിങ്. കാരണം കുറേ സ്പോർട്സുകൾ അവിടെ വെച്ചാണ്ട് അത് കൂടെ നടന്നു പോകും. നമ്മൾ നടനേന് ആ ട്രെയിനിങ് കൊടുക്കുന്നത് ഈ ടൈമിൽ. കാരണം നടനാണെങ്കിലോ എല്ലാം മനഃപൂർവ്വം എല്ലാ ബ്ലേഡിലും പിടിച്ച് നേരെ ചെന്നാണ്ട് അതിൻ്റെ അപ്പുറത്തുള്ളൊരു ഇതുണ്ട്, നദി. ആ നദിയിലേക്ക് എടുത്ത് ചാടാണ്. കാരണം ആ നദിയിൽ എത്ര മിനിറ്റ് കിടക്കുമോ അത്രയും ഇത് പവർ നമ്മളെ ബോഡി ആർജിച്ചെടുക്കും സ്റ്റീൽ ചെയ്യാണ്ട്. എന്നിട്ട് നമ്മളെ നടനാണെങ്കിലോ അതിൽ 10 മിനിറ്റോളം നേരം കിടക്കുകയാണ്. നമ്മളെ അച്ഛൻ്റെ വലങ്കല് ചോദിച്ചും അവൻ എത്ര മിനിറ്റ് കിടന്നു. അപ്പം തന്നെ അച്ഛൻ്റെ ഡോക്ടർ പറയും അവന് റെക്കോർഡ് ബ്രേക്ക് ചെയ്തത് അറിയാം. കാരണം 20 മിനിറ്റോളം നമ്മളെ നടനയിൽ കടന്നു. എല്ലാ കുട്ടികളും 1 മിനിറ്റ് 1 സെക്കൻഡിലേക്കുള്ള അതിൽ കിടക്കുക. നടൻ അതിൽ 20 മിനിറ്റ് കിടന്നു. അപ്പം തന്നെ നടൻ്റെ ബോഡി ഒരു സ്റ്റീലായി മാറി. ഇത് കണ്ട് അച്ഛൻ്റെ വലങ്കൈ അറിയാണ്, അപ്പോൾ ഈ ചെറുക്കനാണല്ലേ പെട്രിയാർക്കിൻ്റെ ആദ്യത്തെ മകൻ അല്ലല്ലേ, 3ാമത്തെ മകനല്ലേ. അപ്പോൾ ഇത് കുറച്ച് എൻ്റർടൈൻമെൻ്റ് ആയിരിക്കും കാരണം അയാളിങ്ങനെ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ തന്നെ നമ്മുടെ നടൻ നല്ലൊരു ഈറ നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് പിന്നെ ഇൻട്രോ ആയിട്ട് തന്നെ നടൻ്റെ ഒരു പാസ്റ്റും ഫ്യൂച്ചറും തമ്മിലൊരു ഇതാണ് കോംബോ. പിന്നെ നടന് ഹൗണ്ടായിട്ട് കൊല്ലാൻ പോയ ആൾക്കാരെ എണ്ണം അത് ലിമിറ്റ്ലെസ്സാണ്. അവൻ്റെ അച്ഛൻ്റെ ഷാഡോസിന് വെച്ചാൽ അച്ഛൻ എപ്പോഴും അവനെ നിരീക്ഷിച്ചു ചെയ്തിരുന്നു. കാരണം വല്ല ഫാമിലിയിലൊരു ടെക്നിക്സ് ഉണ്ട്. കാരണം 7 മുറകളുണ്ട്. ഒരു മുറ തന്നെ 7 വിഭജിക്കുക. അതിൽ 1ഉം 2ഉം പഠിച്ചണമെങ്കിൽ ഒരു ലെവലിലെത്തണം, 2ഉം 4ഉം പഠിച്ചണമെങ്കിൽ അങ്ങനെ വെവ്വേറെ ലെവലിലായിട്ടാണ് അത് നിൽക്കുന്നത്. നമ്മൾ നടനാണെങ്കിലോ ആരും അറിയാതെ അത് 7ഉം പഠിച്ചു. കാരണം നടനെ അറിയില്ലെന്നു അതായിരുന്നു ആ ടെക്നിക്ക്. നടനെ 7ഉം പഠിച്ചു. അതിനെ തുടർന്നാണ് നടനെ അവൻ്റെ ഫാമിലിയിൽ നിന്ന് അബാൻഡൻ ചെയ്യുന്നത്. അങ്ങനെ നടനെ കൊന്നു കഴിഞ്ഞിട്ടാണ് നടൻ ഈ ഭൂമിയിൽ കണ്ണുറക്കുന്നത്. അങ്ങനെ നടന്ന് ബെഡിലാണ് അവന്. ആ സ്റ്റീൽ ബോഡിയൊക്കെ കിട്ടിയതിന് ശേഷം അവന് ഹോസ്പിറ്റലിലാണ്. അവൻ്റെ മുറിവൊക്കെ ഇഞ്ചുറീസ് ഇതാക്കാം. എന്നിട്ട് നമ്മൾ നടൻ്റെ അടുത്ത് ഒരു ബോക്സ് കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ നടൻ കരുതി 10-20 മിനിറ്റ് അതിൽ കടന്നപ്പോൾ തന്നെ വെച്ച് ഗിഫ്റ്റും കിട്ടുമായിരുന്നാൽ നടനെ തിരിഞ്ഞടങ്ങി നോക്കുക. അടിപൊളി 2 ഗിഫ്റ്റുകൾ അവിടെ വെച്ചിരിക്കണേ. വേറൊന്നുമല്ല, 2 കോബ്രാസ്. അത് നല്ല വിഷേറിയ കോബ്രാസ്. അത് നമ്മളെ നടനെ കടിച്ചാൽ വന്നപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, ഈ പീക്കിരി സാധനങ്ങളാണ് എൻ്റെ അടുത്ത് കൊടുന്ന് വെക്കണമായിരുന്നു. എന്നിട്ട് നമ്മളെ നടന് ആ 2 സ്നേക്ക്, അതാ പൈത്തൺസിനെയും അതിൻ്റെ നെക്കിൾസിനെ പിടിച്ച് പൊട്ടിച്ച് കൊന്നു കളയാണ്. എന്നിട്ട് ഇത് ചെയ്ത് വേറെ ആരുമില്ല, അവൻ്റെ അച്ഛൻ്റെ 2ാം അമ്മ അങ്ങനത്തെ കൂട്ടത്തിൽ പെട്ട ഒരാൾ വന്നാണ് കൊന്നിക്കണേ. അപ്പം തന്നെ അച്ഛൻ്റെ വലങ്കൈന് ഈ കാര്യം മനസ്സിലായി. അപ്പം തന്നെ അച്ഛൻ്റെ വലങ്കൈ പറഞ്ഞു, നീ ഹോസ്പിറ്റലിൽ ആരും വേണ്ട, എല്ലാവരും കൊന്നേക്കാറ്. പിന്നെ നമുക്ക് അടുത്ത് തന്നെ ഒരു ഇതാണ് ക്ലാസ്.
അവിടെ അങ്ങനെ പറയണേ ഒരു സോഡ് ഉപയോഗിക്കുമ്പോൾ അതിന് നമ്മളെ മാന പവർ ഉപയോഗിച്ച് ഔട്ട്ഫിറ്റ് കൊടുക്കണം. എന്നാൽ നമുക്ക് ആ സോഡ് എത്ര ആയത്തിൽ വേണമെങ്കിലും ഇറക്കാം ഒക്കെ അങ്ങനെ പറയാം. പക്ഷെ നമ്മൾ നടനൊരു കൂസലുമില്ല. നടന് ഇതല്ല ഇതിൻ്റെ അപ്പുറം ചെയ്തിരിക്കണ്. കാരണം നടന് ഒരു ഹൗണ്ടാണ്. അവൻ ക്ലാസ് എടുക്കുന്ന സാറിനേക്കാൾ നമ്മുടെ നടന് പ്രായമുണ്ട്. കാരണം 46 വയസ്സാണ് നമ്മുടെ നടന് ശരിക്കുള്ള ലൈഫിൽ. പക്ഷെ ഇത് നടൻ പാസ്റ്റിലേക്ക് വന്നുകൊണ്ട് ഒരു 10ാം വയസ്സിലാണ് ഇപ്പം നിൽക്കുന്നത്. അപ്പോൾ തന്നെ ഇതാണ് നമ്മൾ നടണ്ടോ. ലുക്ക് മാറിയ കാര്യം പറയാൻ ഞാൻ മറന്നു. കാരണം ഇത് പുതിയ എഡിറ്റിംഗ് അല്ലേ, അങ്ങനെയൊക്കെ വരും. പിന്നെ നമ്മളെ നടനെ അവൻ്റെ ക്ലാസ്സിലത്തെ 3 ചെറുക്കന്മാർ ട്രിപ്പിൾസ് കൂടിയാണ്ട് അറ്റാക്ക് ചെയ്യുന്ന ഒരു ഇതാ കാട്ടി തന്നെ. അപ്പോൾ നടനെ ആലോചിച്ചിട്ടുണ്ട് ഇവർ 3 ഫ്യൂച്ചറിൽ എന്താ ഉണ്ടെന്ന്. കാരണം ഇവർ 3 ഫ്യൂച്ചറിൽ ഒരു കോംബോ സൈക്കോ പാത്താളാണ്. കാരണം ഈ 3 ആൾക്കാർ ഒന്നിനൊന്ന് മെച്ചാണ്. എന്നിട്ട് അവർ നമ്മളെ നടൻ്റെ കൈയൊക്കെ ചുരുണ്ടിയിട്ട് അടാ കൊച്ചെറുക്ക അടങ്ങി നിന്നു, നീയല്ലേ ആ 20 മിനിറ്റ് വെള്ളത്തിൽ പിടിച്ച് മുങ്ങി കിടന്നവന്, നിൻ്റെ ബോഡി സ്റ്റീലാണല്ലേ, അത് ഞങ്ങൾ കേട്ടു, ഒന്ന് പരിശോധിച്ച് നോക്കലാണ്ട് നടൻ്റെ ശ്വാസം പിടിച്ച് കൊല്ലാൻ നോക്കിയാൽ അരമണിക്കൂറോളം പിടിച്ചിട്ടും നമ്മൾ നടനൊന്നും പറ്റിയില്ല. ഇതുകൊണ്ട് അവർ അന്തം വിട്ടു. അപ്പം മറ്റു പറഞ്ഞു ഇവരെ കുത്തി നോക്കടാ. അപ്പോൾ ഇതിന് മറ്റോ വന്നുകൊണ്ട് കുത്താൻ നിൽക്കുന്ന സമയത്തന്നെ എന്തായിരിക്കും സംഭവിച്ചിരിക്കുക നിങ്ങൾക്ക് നേരെ അറിയാലോ. വേറൊന്നല്ല, മറ്റവൻ്റെ കൈ പിടിച്ച് കടിച്ച്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യോണ്ടി. കാരണം വേറൊന്നുമില്ല, നമുക്ക് ഇങ്ങനെ സപ്പോർട്ട് ചെയ്യാം. 1K ആയിരുന്നു. പക്ഷേ 1K ആയപ്പോൾ തന്നെ യൂട്യൂബ് നമ്മൾ അക്കൗണ്ട് എടുത്ത് കളഞ്ഞു. 10 വീഡിയോസ് ഉണ്ട്, ഒക്കെ അപ്ലോഡ് ചെയ്യണം ഞാൻ അയച്ചേക്കുന്നത്. ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരും സബ്സ്ക്രൈബ് ചെയ്താൽ ആ ഓരോ സബ്സ്ക്രൈബറിനും ഓരോ മണിക്കൂർ ചെയ്ത് നമ്മൾ കൂട്ടുന്നതാണ് വീഡിയോൻ്റെ ലെങ്ത്ത് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അവസാനിപ്പിക്കുന്നു.